CPMന്റെ വികസന വിരുദ്ധതയ്ക്കെതിരെ കറുത്ത വസ്ത്രമണിഞ്ഞ് പനച്ചിക്കാട് പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തി. രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് പരുത്തുംപാറ കവലയിൽ ഏകദിന ഉപവാസം. പനച്ചിക്കാട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സംഘടിപ്പിച്ച ഉപവാസ സമരത്തിൽ 11 കോൺഗ്രസ് അംഗങ്ങളാണ് കറുപ്പണിഞ്ഞ് അണിനിരന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫണ്ടുകൾ വെട്ടിക്കുറച്ചും ഉദ്യോഗസ്ഥരെ നൽകാതെയും കുപ്രചരണങ്ങളിലൂടെയും കോൺഗ്രസ് പഞ്ചായത്ത് ഭരണസമിതിയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. പനച്ചിക്കാട് പഞ്ചായത്തിനോട് LDF സർക്കാർ ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ഇതേ ചിറ്റമ്മ നയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഞാൻ സ്ഥലത്തിന് പേരെന്ന് പറയുന്നില്ല. അവിടെ അവർ ചോദിക്കാത്ത പണം കൂടി കൊടുക്കുകയാണ്. അവർക്ക് ഇഷ്ടംപോലെ കൊടുക്കുകയാണ്. 1000 കോടി രൂപയാണ് കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് അലോട്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ റീബിൽഡ് കേരള എന്ന് പറയുന്ന ഹെഡ് അക്കൗണ്ടിലുള്ളത്. ആ റീബിൽഡ് കേരളത്തില് 1000 കോടി രൂപ മുടക്കുമ്പോ നമ്മുടെ ഈ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലും അതിനൊരു അംശം കിട്ടേണ്ടതല്ലേ? അതിനുള്ള നടപടി എടുക്കേണ്ടതല്ലേ? അതൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, മനഃപൂർവ്വമായി ബോധപൂർവമായി പഞ്ചായത്തിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CBK ജോൺ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S രാജീവ്, മണ്ഡലം പ്രസിഡന്റ് ഇട്ടി അലക്സ്, DCC സെക്രട്ടറി ജോണി ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആനി മാമൻ, വൈസ് പ്രസിഡന്റ് റോയി മാത്യു തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.